Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. Muqinin. Suratu Hudile Surtam 20. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. أولئك لم يكونوا معجزين في الأرض وما كان لهم من دون الله من أولياء يضاعف لهم العذاب ما كانوا يستطيعون السمع وما كانوا يبصرون ഉലായിക്ക അവർ ലം യകൂനു അവർ ആയിട്ടില്ല മുഅ്ജിസീന അശക്തരാക്കുന്നവർ പരാജയപ്പെടുത്തുന്നവർ ഫിൽ അർളി ഭൂമിയിൽ വമാ കാന ലഹും മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ അവർക്കില്ലതാനും മിൻ ഔലിയാ രക്ഷകരിൽ നിന്നുള്ള ഒരാളും യുളാഅഫു ലഹുമുൽ അദാബു അവർക്ക് ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടും മാ കാനു യസ്തതീഉന സമഅ അവർക്ക് കേൾക്കാൻ സാധ്യമായിരുന്നില്ല വമാ കാനു യുബ്സിറൂൻ അവർ കാണുന്നവരുമായിരുന്നില്ല എന്നോട് അർത്ഥം പറയാം. ഉലൈക അവർ അല്ലെങ്കിൽ അക്കൂട്ടം മേൽ സൂക്തങ്ങളിൽ മുൻ സൂക്തങ്ങളിൽ പറഞ്ഞവർ ലം യകൂനു അവർ ആയിട്ടില്ല മുഅ്ജിസീന ഫിൽ അർളി ഭൂമിയിൽ ദുർബലരാക്കുന്നവർ അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നവർ അശക്തരാക്കുന്നവർ വമാ കാന ലഹും മിൻ ദൂനില്ലാഹി അവർക്ക് അല്ലാഹുവിനെ കൂടാതെ ഇല്ലതാനും മിൻ ഔലിയാ രക്ഷിക്കുന്നവരിൽപ്പെട്ട ആരും അല്ലെങ്കിൽ രക്ഷകരാരും തന്നെ അവർക്കില്ല. യുളാഅഫു ലഹുമുൽ അദാബു അവർക്ക് ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടുകയും ചെയ്യും. മാ കാനു യസ്തതീഉന അങ്ങനെ ശിക്ഷ ഇരട്ടി ലഭിക്കാനുള്ള കാരണം അവർക്ക് കേൾക്കാൻ സാധ്യമായിരുന്നില്ല. വമാ കാനു യുബ്സിറൂൻ അവർ കാണുകയും ചെയ്തിരുന്നില്ല. മുൻ സൂക്തങ്ങളുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഇത് പറയുന്നത്. അള്ളാഹുവിൻ്റെ മേൽ കളവ് പറഞ്ഞുണ്ടാക്കുക, അള്ളാഹിൻ്റെ മേൽ കളവ് പറഞ്ഞുണ്ടാക്കുക എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചു. അതേമാതിരി തന്നെ ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുക. അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം, അതിലേക്ക് പോകുന്നതിൽ നിന്ന്, അതിലെ നിയമങ്ങൾ പാലിക്കുന്നതിൽ നിന്ന്, അതിലെ വിശ്വാസകാര്യങ്ങൾ അംഗീകരിക്കുന്നതിൽ നിന്ന്, അതിൻ്റെ ചിട്ടയും വ്യവസ്ഥയും അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നൊക്കെ ആളുകളെ തടയുക. അതിന് പലതരം തന്ത്രങ്ങളും സൂത്രങ്ങളും ഒക്കെ അവർ നടത്തും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഉലൈക അവർ, അത്തരം ആളുകൾ. ലം യകൂനു അവരായിട്ടില്ല മുഅ്ജിസീന അജസ എന്ന അശക്തനായി അജസ അശക്തനാക്കി ഫിൽ അർളി ഭൂമിയിൽ. ഇത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും അള്ളാഹുവിൻ്റെ മേൽ കളവ് ചമച്ചുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഭൂമിയിൽ ചിലപ്പോൾ വലിയ സൗകര്യവും സ്വാധീനവും അധികാരമൊക്കെ ഉണ്ടാകും. അത് നമ്മൾ നേർക്കുനേരെ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതാണല്ലോ. അവരെ വിചാരം അവർക്ക് അധികാരവും സ്വാധീനവും സൗകര്യവും സമ്പത്തൊക്കെ ഉണ്ടായത് അവരുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളോട് അള്ളാഹു പ്രീതിപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കേണ്ടതല്ല, ഞങ്ങൾ ദൈവനിഷേധികളാണ്, നിഷേധികളാണ്, മുസ്ലിമീങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പാണ്, ഇസ്ലാം എന്ന ആശയത്തോടും ആദർശത്തോടും വെറുപ്പാണ്, ഞങ്ങൾക്കത് ഇഷ്ടമല്ല. അങ്ങനെ ഒരു സംഗതി യഥാർത്ഥത്തിൽ ഇല്ല, അതൊക്കെ കൃത്രിമമായി മനുഷ്യർ ചമച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്ന ഞങ്ങളെ അള്ളാഹു ശിക്ഷിക്കണില്ലല്ലോ. ശിക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പല രാജ്യങ്ങളിലും അധികാരം ഞങ്ങളുടെ കൈകളിലാണ്.
ഇതെന്താ കാരണം? അള്ളാഹ്ക്ക് ഞങ്ങളെ ശിക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് ഞങ്ങളെ ശിക്ഷിക്കാനുള്ള കഴിവില്ല. അങ്ങനെ നിങ്ങൾ പറയുന്ന ഒരു അള്ളാഹ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ദൈവത്തിന് അള്ളാഹുവിന് ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിവില്ല എന്ന് തുടങ്ങിയ ഗുരുതരമായ വർത്തമാനം അവർ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹ് പറയണെന്താ? ഉലായിക അവർ ലം യകൂനു മുഅ്ജിസീന ഫിൽ അർദി. ഭൂമിയിൽ അള്ളാഹിനെ പരാജയപ്പെടുത്താനൊന്നും അള്ളാഹിനെ ദുർബലപ്പെടുത്താനൊന്നും അവർക്ക് സാധ്യമല്ല. മുഅ്ജിസീൻ, അശക്തരാക്കുക, ദുർബലരാക്കുക, പരാജയപ്പെടുത്തുക. ഫിൽ അർളി, ഭൂമിയിൽ. അള്ളാഹ് പോലെ ഇത്തരത്തിലുള്ള നിലപാടുള്ളവരെ പിടികൂടി ശിക്ഷിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അള്ളാഹു അവരോട് പ്രീതിപ്പെട്ടിരിക്കുകയാണ് എന്നല്ല, അള്ളാഹു അവരോട് കരുണ കാണിക്കുകയാണ് എന്നാണ്. കരുണ കാണിക്കുക എന്താണ്? അല്പം കൂടി ഒരു അവസരം കൊടുത്തു നോക്കുക. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങി വന്നെങ്കിലോ? അള്ളാഹുവിന് മനുഷ്യരോടുള്ള കാരുണ്യം കൊണ്ടാണ് എത്തരത്തിലുള്ള ധിക്കാരം പ്രവർത്തിച്ചിട്ടും അള്ളാഹു അവരെ പിടികൂടി ശിക്ഷിക്കാത്തത്. അള്ളാഹു അവർക്ക് അവസരം കൊടുക്കുക. അള്ളാഹു അവർക്ക് അവസരം കൊടുത്തതാണ്. അതാണ് ഉലായിക ലം യകൂനു മുഅ്ജിസീന ഫിൽ അർള്. അവർക്ക് ഭൂമിയിൽ അശക്തരാക്കുക. ആരെ അശക്തരാക്കുക? അല്ലെങ്കിൽ എന്തിനെ അശക്തരാക്കുക? അള്ളാഹുവിനെ അശക്തരാക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ, അള്ളാഹുവിൻ്റെ ദീനിനെ പരാജയപ്പെടുത്താൻ അക്കൂട്ടർക്ക് സാധ്യമല്ല. അതാണ് ലം യകൂനു മുഅ്ജിസീന ഫിൽ അർളി. ഭൂമിയിൽ അവർ അശക്തരാക്കുന്നവരായിട്ടില്ല. അതിന് മാത്രമൊന്നും അവരായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വമാ കാന ലഹും, അവർക്കില്ല, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, മിൻ ഔലിയാ, രക്ഷകരിൽപ്പെട്ട ഒരാളും. രക്ഷകരില്ലെന്നല്ല, രക്ഷകവർഗത്തിൽപ്പെട്ട ആരുമില്ല. അള്ളയില്ല, അവരുടെ സഹായികളും അവരുടെ പിന്തുണക്കാരും അവരുടെ അനുയായികളും അതും ഉണ്ടാവില്ല. യുലാഅഫ്, പരലോകത്തെ കാര്യമാണ് പിന്നെ പറഞ്ഞു. യുലാഅഫു ലഹുമുൽ അദാബു, അവർക്ക് ശിക്ഷ ഇരട്ടി ഉണ്ടാകും. ഒന്ന് അവർ സ്വയം വഴിതെറ്റിയതിൻ്റെ, മറ്റൊന്ന് ഈ അഹങ്കാരത്തോടുകൂടി ജനങ്ങളെ വഴി തെറ്റിച്ചതിൻ്റെ. അതാണ് യുലാഅഫു, ഇരട്ടിപ്പിക്കപ്പെടും. ലഹും, അവർക്ക് അദാബു, ശിക്ഷ. അപ്പോൾ ദുനിയാവിൽ ശിക്ഷ കിട്ടിയിട്ടില്ല എന്നുള്ളത് അവർ രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ ന്യായമോ തെളിവോ അല്ല. അള്ളാഹു അവരോട് ദുനിയാവിൽ അല്പം കാരുണ്യം കാണിച്ചതാണ്, അവസരം കൊടുത്തതാണ്. ആ അവസരം അവർ വിനിയോഗിക്കാത്തത് കൊണ്ട് അവർക്ക് പരലോകത്ത് ഇരട്ടി ശിക്ഷയുണ്ടാകും. എന്താ കാരണം? അവരുടെ നിഷേധവും അവരുടെ അക്രമവും അതിൻ്റെ പുറമെ മറ്റു ജനങ്ങളെ തടഞ്ഞതിൻ്റെ ഒരു ഉത്തരവാദിത്വവും കൂടി അവർക്കുണ്ട്. അതാണ് യുലാഅഫു ലഹുമുൽ അദാബു, അവർക്ക് ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടും. മാ കാനൂ യസ്തതീഊന സമഅ, കാരണം എന്താ? അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല, കേൾവി ഉണ്ടായിരുന്നില്ല എന്നല്ല, കേൾക്കേണ്ടത് കേൾക്കേണ്ട മുറപ്രകാരം അവർ കേട്ടില്ല. അതാണ് ഈ ദൈവനിഷേധികളും ഈ മതനിഷേധികളും ഭൗതികവാദികളും ഒന്നും ഈ മതത്തിൻ്റെ ആളുകൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടില്ല. അല്ലെങ്കിൽ അള്ളാഹ് പറയുന്നത്, ഖുർആനിലൂടെ അള്ളാഹ് പറയുന്നത് കേൾക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. അതവർ കേൾക്കാൻ സന്നദ്ധരായില്ല. വമാ കാനൂ യുബ്സിറൂൻ, അവർക്ക് കാണാനും കഴിഞ്ഞില്ല. ഖുർആനിൻ്റെ വെളിച്ചം കാണാൻ, ഖുർആനിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കാനൊന്നും അവർക്ക് അവസരം ഉണ്ടായില്ല. നമ്മൾ സൂറത്ത് അഅറാഫിലെ 179 ആയത്തിൽ പറഞ്ഞില്ലേ, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, ധാരാളം ജിന്നുകളെയും ഇൻസുകളെയും നാം സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുണ്ട് കാണൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുണ്ട് കേൾക്കൂല. വലഹും അഈനുൻ ലാ വലഹും ആദാനുൻ ലാ, അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വാചകങ്ങൾ കണ്ട് മാറുന്നല്ലോ. 179 ആദ്യം പറഞ്ഞ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയമുണ്ട് ഗ്രഹിക്കൂല, ഹൃദയമുണ്ട് ഗ്രഹിക്കൂല. വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട് കാണൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുകളുണ്ട് കേൾക്കൂല. കേൾക്കൂല പറഞ്ഞാൽ എന്താ? കാതിന് കേൾവിശേഷിയില്ല എന്നല്ല, കേൾക്കേണ്ടത് കേൾക്കൂല. ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെപ്പോലെ. ബൽ എന്ന് മാത്രമല്ല, ഹും അളല്ലു, അവർ അതിനേക്കാൾ പിഴച്ചവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരുമാണ്, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കാത്തവരുമാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചാണ് മാ കാനൂ യസ്തതീഊന സമഅ, അവർ കേൾക്കുമായിരുന്നില്ല.
വമാ കാനൂ യുബ്സിറൂൻ, അവർ കാണുകയും ചെയ്യുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ നിത്യജീവിതത്തിന് അനിവാര്യമായ ദൈവത്തിൻ്റെ സന്ദേശം കാണാനോ കേൾക്കാനോ സാധ്യമാകാത്ത വിധം അവരുടെ കണ്ണുകൾക്ക് മൂടിയുണ്ടായിരുന്നു, കാതുകൾക്ക് അടപ്പുണ്ടായിരുന്നു. ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള സംഗതിയാണല്ലോ. അൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്, അൽ കഹ്ഫ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ ഒന്നുകൂടെ ഇവിടെയും സൂചിപ്പിക്കുകയാണ്. അവർക്ക് കേൾക്കാനും കാണാനും കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടത് കേൾക്കേണ്ട വിധത്തിൽ അവർ കേട്ടില്ല, കാണേണ്ടത് കാണേണ്ട വിധത്തിൽ അവർ കണ്ടില്ല. അല്ലാത്തതെല്ലാം കണ്ടു. അല്ലാത്ത ദൈവനിരാശത്തിൻ്റെ വഴികളൊക്കെ വായിക്കുകയും കേൾക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും സ്റ്റഡി ക്ലാസ്സുകൾക്ക് ഹാജരാവുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് കാണാനോ കേൾക്കാനോ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. അത്തരം ആളുകൾക്ക് ശിക്ഷ ഇരട്ടിയായിട്ടുണ്ടാകും. അത്തരം ആളുകളെയാണ് നമ്മൾ നരകത്തിന് വേണ്ടി പടച്ചിട്ടുള്ളതാണ് എന്ന് അല്ലാഹു തആല സൂറത്ത് അഅറാഫ് പറഞ്ഞിട്ടുള്ളത്. അവർ സ്വയം സന്മാർഗം സ്വീകരിക്കാൻ സന്നദ്ധരാകാതിരുന്നത് കൊണ്ട് അവരെ അള്ളാഹു അവൻ്റെ നരകത്തിലേക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നരകശിക്ഷയിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗവാസികളിൽ ഉൾപ്പെടുത്തി നാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, ഞങ്ങളിൽ ഒരുപാട് തെറ്റുകളുണ്ട്, ഒരുപാട് കുറ്റങ്ങളുണ്ട്, ഒരുപാട് ന്യൂനതകളുണ്ട്. എല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകുകയും ജന്നാത്തുൽ ഫിർദൗസിലേക്ക് രേഖപ്പെടുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകണേ അല്ലാഹുവേ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.